അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കം ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. സ്വർണം തേടി പോയവരല്ല, ആ സ്വർണ്ണവേട്ടക്കാർക്ക് ഭക്ഷണവും മദ്യവും ഇടയ്ക്കിടെ വിശ്രമിക്കാൻ കിടക്കകളും വാടകയ്ക്ക് കൊടുത്ത ഒരു ജർമ്മൻ കുടിയേറ്റക്കാരനിൽ നിന്നാണ് ഈ കഥയുടെ ആരംഭം. അദ്ദേഹത്തിന്റെ പേര് ഫെഡറിക് ട്രംപ്. ട്രംപ് ടവറിലെ സ്വർണ്ണ എലിവേറ്ററുകൾക്കും വളരെ മുൻപാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ മുത്തച്ഛനായ ഫെഡറിക് ട്രംപ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജർമ്മനിയിൽ നിന്ന് കുടിയേറുകയും ക്ലോഡൈക്ക് ഗോൾഡ് റഷ് കാലത്ത് റെസ്റ്റോറൻറ്റുകളും ബോർഡിംഗ് ഹൗസുകളും നടത്തി. അദ്ദേഹത്തിന്റെ മകൻ ഫ്രെഡ് ട്രംപ് ആ ചെറിയ സമ്പത്തിനെ ന്യൂയോർക്കിലെ അതിശക്തമായ ഒരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യമാക്കി മാറ്റി. അതേസമയം യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. സർക്കാരിന്റെ കോടിക്കണക്കിന് ഡോളർ സബ്സിഡി വാങ്ങിയായിരുന്നു ആ വളർച്ച. എന്നാൽ ഈ സാമ്രാജ്യത്വത്തിന്റെ അടിസ്ഥാന ശിലകളിൽ കടുത്ത വംശീയതയുമുണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാതിരിക്കാൻ അവരുടെ അപേക്ഷകളിൽ സി, അതായത് കളേർഡ് എന്ന് രഹസ്യമായി അടയാളപ്പെടുത്തിയതിന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. ഈ ഒരു ലോകമാണ് ഡൊണാൾഡ് ട്രംപിന് പാരമ്പര്യമായി ലഭിച്ചത്. തുടക്കം മുതലേ ആധുനിക മുതലാളിത്തത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു കാര്യം ട്രംപ് മനസ്സിലാക്കിയിരുന്നു. അതായത് സത്യത്തേക്കാൾ വിലപ്പെട്ടതാണ് ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നത്. റിയൽ എസ്റ്റേറ്റ് അവകാശിയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനിലേക്കുള്ള ട്രംപിന്റെ പരിവർത്തനം ആരംഭിച്ചത് ടെലിവിഷനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ റിയാലിറ്റി ഷോയായ ദി അപ്രന്റീസ് അദ്ദേഹത്തെ മുതലാളിത്ത അധികാരത്തിന്റെ ഒരു പ്രതിരൂപമാക്കി മാറ്റി. യു ആർ ഫയർഡ് എന്ന 2 വാക്കുകൾ കൊണ്ട് സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുന്ന ബോർഡ് റൂം ചക്രവർത്തിയായി മാറി ട്രംപ് വെറുമൊരു കോടീശ്വരൻ മാത്രമായിരുന്നില്ല. ഏറ്റവും മികച്ച ഡീൽ മേക്കറായി, കാര്യശേഷിയുടെ പര്യായമായി അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടു. 2018 ന്യൂയോർക്ക് ടൈംസ് നടത്തിയ അന്വേഷണത്തിൽ തന്റെ പിതാവിന്റെ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിൽ നിന്ന് ട്രംപിന് ഇന്നത്തെ മൂല്യമനുസരിച്ച് കുറഞ്ഞത് $413 ദശലക്ഷം ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. കറുത്ത വർഗ്ഗക്കാരായ വാടകക്കാരെ ഒഴിവാക്കുകയോ മറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്തപ്പോൾ വെള്ളക്കാർക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകിയെന്നതിന് കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ അവർ കോടതിയിൽ ഹാജരാക്കി. ഒബാമ പ്രസിഡന്റായിരുന്ന കാലത്തെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ കൊടുങ്കാറ്റിലാണ് ആധുനിക ട്രംപ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ആളിക്കത്തിയത്. മാഗ അഥവാ ചുവന്ന തൊപ്പിക്കാരായിരുന്നു ട്രംപിന്റെ പടയാളികൾ. അവർക്ക് അദ്ദേഹം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും ജനത്തെ രക്ഷിക്കാൻ വന്നവരുമായിരുന്നു. ബരാക് ഒബാമ ജനിച്ചത് അമേരിക്കയ്ക്ക് പുറത്താണെന്ന് അവകാശപ്പെടുന്ന വംശീയമായ ബർദർ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായി ട്രംപ് മാറി. ആ വാദം തെറ്റായിരുന്നുവെങ്കിലും ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ശ്രദ്ധേയമായ ഒന്ന് സംഭവിച്ചു. അതായത് ആ നുണ ഫലം കണ്ടു. പഴയകാല അമേരിക്കൻ ഉത്കണ്ഠകളെ മാഗ പ്രസ്ഥാനം ഒരുമിപ്പിച്ചു. മാറുന്ന ജനസംഖ്യാ ഘടനയോടുള്ള ഭയവും കുടിയേറ്റത്തോടുള്ള ശത്രുതയും സർക്കാർ സംവിധാനങ്ങളോടുള്ള അവിശ്വാസവും സാംസ്കാരിക ഉദാരവൽക്കരണത്തോടുള്ള നീരസവും ആ ചുവന്ന തൊപ്പികളിൽ പ്രതിഫലിച്ചു. സങ്കല്പിക്കപ്പെട്ട ഒരു ഭൂതകാലത്തോടുള്ള ഗൃഹാതുരത്വമായിരുന്നു അതിൻ്റെ ആധാരശില. അമേരിക്ക ഒരിക്കൽ എല്ലാം തികഞ്ഞതായിരുന്നുവെന്നും പിന്നീട് ലിബറലുകളും കുടിയേറ്റക്കാരും ന്യൂനപക്ഷങ്ങളും ചേർന്ന് അതിനെ നശിപ്പിച്ചു എന്നുമുള്ള പൊതുബോധം അദ്ദേഹം ജനങ്ങളിൽ വളർത്തി. നഷ്ടപ്പെട്ട ആ പർദീസ പുനഃസ്ഥാപിക്കുന്ന ഇതിഹാസ നായകനായി ട്രംപ് മാറുകയായിരുന്നു. മുസ്ലിം ഭീതി മുതൽ മെക്സിക്കൻ ഭിത്തി വരെ അവരെ ആവേശത്തിലാക്കി. 2016 രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്ക് നയിച്ച കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ തൊഴിലാളി വർഗത്തിന്റെ രോഷത്തെപ്പറ്റി അറിയണം. 2000-നും 2010-നും ഇടയിൽ അമേരിക്കയിലെ ഉൽപ്പാദന മേഖലയിലെ തൊഴിലാളികളിൽ 1/3 ഇല്ലാതായി. 5 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും 10,000-കണക്കിന് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തപ്പോൾ ഗ്രാമീണ വ്യവസായ അമേരിക്ക തകർച്ചയിലേക്ക് നീങ്ങി. മാധ്യമങ്ങളിലും കോർപ്പറേറ്റ് ലോകത്തും പുരോഗമന ആശയങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും യാഥാസ്ഥിതികരായ വെള്ളക്കാരെ സ്വന്തം രാജ്യത്ത് അന്യരാണെന്ന തോന്നലുണ്ടാക്കി. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഈ മനുഷ്യരോട് ഭാഷാപരമായ ശരികളെക്കുറിച്ചും മറ്റും സംസാരിച്ച ഇടത് ബുദ്ധിജീവികൾ അവരെ ആശയഭീതിയിലാഴ്ത്തി. ഈ വിടവിനെയാണ് ട്രംപ് ചൂഷണം ചെയ്തത്. എത്ര വലിയ നുണ പറഞ്ഞാലും അത് കയ്യടികളോടെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു വലിയ ജനക്കൂട്ടത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. പട്ടിണിയോ തൊഴിലില്ലായ്മയോ അല്ല, മറിച്ച് ജനങ്ങളുടെ സാംസ്കാരിക ഭയത്തെ ഉപയോഗിച്ചാണ് ആ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അന്വേഷണങ്ങൾ, കുറ്റപത്രങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ശക്തനായി തുടരുന്നു. ഐസക് അസിമോവ് പറഞ്ഞതുപോലെ എൻ്റെ അജ്ഞത നിങ്ങളുടെ അറിവിനോളം തന്നെ മഹത്തരമാണ് എന്ന തെറ്റായ ജനാധിപത്യ ബോധം അമേരിക്കയിൽ വേരുറപ്പിച്ചു. ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഫിൽറ്ററുകളില്ലാതെ അർദ്ധരാത്രികളിൽ അദ്ദേഹം പുറത്തുവിട്ട ട്വീറ്റുകൾ നേരിട്ട് ജനങ്ങളിലെത്തി.
ചരിത്രം എന്നത് കോടിക്കണക്കിന് ആളുകൾ പങ്കിടുന്ന ഒരുതരം മായക്കാഴ്ചയാണെന്ന് അലൻ മൂർ എഴുതിയിട്ടുണ്ട്. ആ മായക്കാഴ്ചയിലേക്ക് ചുവടുവെച്ച ഡൊണാൾഡ് ട്രംപ് അതിന്റെ തിരക്കഥ മാറ്റി എഴുതി. അദ്ദേഹം എങ്ങനെ അധികാരത്തിലെത്തി എന്നതല്ല ഭയപ്പെടുത്തുന്ന ചോദ്യം, മറിച്ച് എത്ര പേർ അദ്ദേഹത്തിനായി കാത്തിരിപ്പുണ്ടായിരുന്നു എന്നതാണ്.